ഹലോ, ഇനി അയില വാങ്ങുമ്പോഴേ കറി വെക്കുകയും പൊരിക്കുകയും മാത്രം ചെയ്യാതെ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാഴേന്റെ ഇലയിൽ പൊള്ളിച്ചെടുത്ത ഈ അയിലക്കുണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 2 അയില നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ലൂസ് ആവണ്ട, അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു മസാല ആക്കി എടുക്കാം. ഇനി നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള അയിലയിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. മസാലയൊക്കെ മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് മീനിന്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ മീനിൻ്റെ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മീനിനെ എടുക്കാം. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള നന്നായി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി വളരെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വെന്ത് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എല്ലാം നല്ല പോലെ വാടി വന്നിട്ടുണ്ടേ. അപ്പം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ആ ഉള്ളിയിലും തക്കാളിയിലൊക്കെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. എല്ലാം നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം. മീൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാഴേൻ്റെ ഇല പൊള്ളിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഇലയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള 2 മീനും ഒരുമിച്ച് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മീനും 2 വാഴയില പൊതിയിലാക്കിയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2ഉം ഒരുമിച്ച് തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന മസാല അതിൻ്റെ മുകളിലായിട്ട് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കും. ഇനി വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് നമ്മുടെ വാഴയുടെ നാരോണ്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത വാഴയിലേക്ക് അത്ര കട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വാഴ ഇലയും കൂടെ കൂട്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ വാഴയില പൊതി അതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇത് തുറന്നു കൊടുത്തിട്ട് ഇതിൻ്റെ മറ്റേ വശം കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 2 വശവും വീണ്ടും വീണ്ടും നമ്മൾ 1-2 തവണ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇലയുടെ കളറൊക്കെ മാറി ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പാനിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കെട്ടി വെച്ചിട്ടുള്ള നാര് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഈ ഇല ഒന്ന് തുറക്കാം. ഇപ്പൊ തന്നെ വാഴേന്റെ ഇലയുടെയും ആ ഗ്രേവിന്റെ ഒക്കെ നല്ല കിടിലൻ സ്മെല്ല് വരുന്നുണ്ട്. കാണാനും അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ചൂടോടെ തന്നെ ആ വാഴേന്റെ ഇലയിൽ നിന്ന് നുള്ളിയെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അയില വാങ്ങുമ്പോൾ ഇനി നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.